ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാനസ ആർക്കും പിടികൊടുക്കാതെ സുനിലിൻ്റെ കുഞ്ഞല്ല, ഇത് ഭാവനയുടെയും സൂര്യയുടെയും കുഞ്ഞാണെന്നും പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ സുനിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇക്കാര്യം പറയുമ്പോഴും മാനസയും ഞാനും തമ്മിൽ എല്ലാ അർത്ഥത്തിലും ഒന്നായവരാണ്. എൻ്റെ കുഞ്ഞാണ് മാനസയുടെ വയറ്റിലുള്ളത്. മാനസയ്ക്ക് വേറെ എന്തൊക്കെയോ ലക്ഷ്യമുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും മാനസ ഇത് എൻ്റെ കുഞ്ഞല്ല എന്ന് പറയില്ല. മാനസ കള്ളമാണ് പറയുന്നത്. നിങ്ങളെ എല്ലാവരെയും മാനസയാണ് പറ്റിക്കുന്നത്, അല്ലാതെ ഞാനല്ല എന്ന് സുനിൽ പറയട്ടോ. ആ സമയത്ത് സൂര്യയും ഭാവനയും മാനസയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ മാനസ പതർച്ചയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ സുനിൽ മാനസയ്ക്കുള്ള മസാല ദോശയൊക്കെ വാങ്ങിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാവും. ഭാവനയും സൂര്യയും ദേവനും ഒക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് അവിടേക്ക് സുനിൽ മാനസയ്ക്കുള്ള മസാല ദോശയുമായിട്ട് അവിടേക്ക് വരുന്നത്. സുനിൽ മാനസയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് പ്രസീത പറയുന്നുണ്ട്, അവൾക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് കിടക്കുകയാണെന്ന് പറയുമ്പോൾ അത് പറ്റില്ല, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ ഈ സമയത്ത് പട്ടിണി കിടക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല, ഞാൻ കൊണ്ടുവരാം മാനസയെ എന്ന് പറഞ്ഞ് മാനസയെ ബലം പിടിച്ചുകൊണ്ട് താഴേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ സൂര്യയ്ക്കും ദേവനും ഭാവനയ്ക്കും ഒന്നും തന്നെ സുനിൽ ഈ കാണിക്കുന്ന പ്രവൃത്തിയോട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ മാനസയെ നിർബന്ധിച്ച് മസാല ദോശ കഴിക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. അപ്പോൾ മാനസ പറയണേ, എന്നെ വിടു സുനിൽ, എനിക്ക് വേണ്ട എന്നല്ലേ പറഞ്ഞത്, എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് മാനസ ആ ഭക്ഷണം കഴിക്കാതെ പോവുകയാട്ടോ. അപ്പോൾ സുനിൽ ഒരുപാട് നിർബന്ധിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഈ മസാല ദോശ കൊണ്ടുവന്നത്, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് നിനക്ക് വാങ്ങിയതാണ്, ഗർഭിണികൾക്ക് മസാല ദോശ ഒരുപാട് ഇഷ്ടമാവുമല്ലോ, അതുകൊണ്ട് വാങ്ങിയതാണെന്ന് പറയട്ടോ. അപ്പോൾ ഭാവനയോട് ചോദിക്കുകയാണ്, ഭാവന നിനക്ക് വേണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറയണം. നീ ഭാവനയ്ക്ക് മസാല ദോശ വാങ്ങിച്ചു കൊടുക്കാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭാവനയ്ക്ക് മസാല ദോശ ഇഷ്ടമില്ല എന്ന് സൂര്യ ദേഷ്യപ്പെട്ട് പറയുകയാണ്. അപ്പോൾ മാനസ പറയണേ, എനിക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് മാനസ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാട്ടോ. അപ്പോൾ സുനിൽ പറയണേ, എന്നോടുള്ള ദേഷ്യം നീ ഭക്ഷണത്തിനോട് കാണിക്കരുത്. ജയനിർമ്മല പറയണേ, ഞങ്ങൾ ആരും തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാറില്ല, അതിൽ എന്തെങ്കിലും ഫുഡ് പോയ്സൺ ഉണ്ടോ എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് മാനസിക്ക് കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ആൻറ്റി ഇനി മുതൽ ഞാനും ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുന്നില്ല, എനിക്ക് ഇവിടെ ഒരു അഭയാർത്ഥിയായിട്ടെങ്കിലും എനിക്ക് ഭക്ഷണം തരാമോ എന്ന് ചോദിക്കണം. അപ്പോൾ അത് ജയനിർമ്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ജയ പറയണേ, നിന്നെ ഞങ്ങൾക്ക് ആർക്കും ഇവിടെ നീ താമസിക്കുന്നത് കൊണ്ട് ഇഷ്ടമില്ല, അതുകൊണ്ട് ഇഷ്ടമില്ലാത്തവർക്ക് ഭക്ഷണം തരാനൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. സുനിൽ പോകുന്ന സമയത്ത് ഭാവന പറയണ, നിനക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ ഇനി മുതൽ ഭക്ഷണം തരാമെന്ന് പറയട്ടെ. അങ്ങനെ സുനിൽ പോയി കഴിഞ്ഞ ശേഷം സൂര്യ ചോദിക്കുകയാണ്, എന്താ ഭാവന നീ അവനോട് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല സൂര്യ, ഈ വീട്ടിൽ നിന്നുമാണ് സുനിൽ എല്ലാ ദിവസവും 3 നേരവും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവുക. കടക്കാരൻ എന്തായാലും ചോദിക്കും, നീ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കും. ആ സമയത്ത് നമ്മളെ വീടാവും പറയുക. അപ്പോൾ അത് നമ്മൾക്ക് തന്നെയല്ലേ നാണക്കേട്, അപ്പോൾ എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഈ വീട്ടിൽ നിന്നും ഭക്ഷണം കൊടുക്കാത്തത് എന്നൊക്കെ ആവും പിന്നെ അവരുടെ അടുത്ത അന്വേഷണം. അതിനൊരു വഴി വെച്ച് കൊടുക്കണോ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ദേവൻ പറയണ, ഭാവന പറഞ്ഞതിലും കാര്യമുണ്ട്, സുനിലിന് കൂടി ഇവിടെ നിന്നും ഭക്ഷണം കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ സൂര്യയും ഭാവനയും കൂടി സംസാരിക്കുകയാണ്. റൂമിൽ പോയിട്ട് മാനസ എന്തോ നമ്മളിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട്, അവൾ എന്തോ ഒരു കള്ളത്തരം തന്നെയാണ് പറയുന്നത്, സുനിൽ ഇത്ര അധികാരത്തോടു കൂടി ഇവിടേക്ക് വരാനും അവളോടൊപ്പം ഇങ്ങനെ സംസാരിക്കാനും ഒക്കെ അവൻ പറഞ്ഞതിൽ വാസ്തവമുള്ളത് കൊണ്ടാണെങ്കിലും മാനസയ്ക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്, അത് ഉറപ്പുള്ള കാര്യമാണ്. മാനസ നമ്മളോടെല്ലാവരോടും കള്ളം പറയുക തന്നെയാണെന്ന് ഭാവന സൂര്യയോട് പറയണേ. അങ്ങനെ ഭാവന മാനസയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ മാനസ, നിനക്ക് നല്ല വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു, നീ എന്താ ഭക്ഷണം കഴിക്കാതിരുന്നത്? അത് പിന്നെ എനിക്ക് മസാല ദോശ ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ, മസാല ദോശ കഴിക്കാനൊന്നും ഞങ്ങൾ ആരും നിന്നോട് പറഞ്ഞില്ലല്ലോ, നിനക്ക് അവിടെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാമല്ലോ. മാനസ, നിന്നോട് എനിക്ക് ഒരേ ഒരു കാര്യമാണ് ചോദിക്കാനുള്ളത്, ഇനിയെങ്കിലും നീ സത്യം പറയണം, സുനിൽ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ മാനസയ്ക്ക് പിന്നെ ഭാവനയുടെ മുന്നിൽ ഉത്തരം മുട്ടി പോവുകയാണ്. അങ്ങനെ മാനസ അക്കാര്യം സമ്മതിക്കുകയാണ് കേട്ടോ. സുനിൽ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്, പക്ഷേ ഭാവന, ഞാൻ പറയുന്നതാണ് സത്യം, ഒരിക്കലും അത് സുനിലിൻ്റെ കുഞ്ഞല്ല, നിൻ്റെയും സൂര്യയുടെയും കുഞ്ഞ് തന്നെയാണെന്ന് വീണ്ടും മാനസ കരഞ്ഞുകൊണ്ട് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ഭാവനയ്ക്ക് മാനസ മറച്ചു വെക്കുകയാണ്. മാനസയ്ക്ക് എന്തോ കള്ളത്തരമുണ്ട്, ഇവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ സമയം അങ്ങനെ സൂര്യയുടെ റൂമിലേക്ക് ചെന്ന ശേഷം ഭാവന പറയുകയാണ്, മാനസ സുനിൽ പറഞ്ഞ കാര്യം സമ്മതിച്ചു, അപ്പോൾ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നമ്മളുടേതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് അവൾ കള്ളം പറയുക തന്നെയാണ് സൂര്യ. ഈ രഹസ്യം മാനസയ്ക്കും അവളെ പരിശോധിച്ച ഡോക്ടർക്കും മാത്രമാണ് അറിയുകയുള്ളൂ. ഡോക്ടറെ കണ്ട് ചോദിച്ചാൽ ഇക്കാര്യത്തിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയട്ടോ. അപ്പോൾ അതിന് ആ ഡോക്ടർ തുറന്നു പറയണമെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്തായാലും ആ ഡോക്ടർ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ ഡോക്ടർ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയിട്ടോ നമുക്ക് ഇക്കാര്യം ചോദിക്കാമെന്ന് ഭാവന സൂര്യയോട് പറയുകയാണ്. ഇപ്പോൾ ആ ഡോക്ടർ ഹോസ്പിറ്റലിൽ ഇല്ല, മറ്റേ ഹോസ്പിറ്റൽ
ഹോസ്പിറ്റലിലേക്കാണ് പോയിട്ടുള്ളത്, അവിടേക്ക് നമുക്ക് പോവാമെന്ന് ഭാവനയും സൂര്യ തീരുമാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഭാവനയും സൂര്യയും കൂടി ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഭാവനയും സൂര്യയും കാണുന്ന സമയത്ത് ആ ഡോക്ടറാകെ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ഈ ഡോക്ടർ പൈസയ്ക്ക് വേണ്ടി പലതരം കള്ളത്തരങ്ങൾക്കും കൂട്ടുനിന്നതാണെന്നുള്ളത് ഭാവനയ്ക്കും സൂര്യയ്ക്കും മനസ്സിലായത് കൊണ്ട് തന്നെ കുറച്ച് ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ ഭാവന ഡോക്ടറോട് സംസാരിക്കുന്നത്. ആദ്യമൊക്കെ നല്ലതുപോലെ ഭാവന സംസാരിക്കുമ്പോഴും പിന്നീട് അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ ഭാവനയോട് ആ സത്യം അങ്ങ് തുറന്നു പറയുകയാണ് കേട്ടോ. മാനസയുടെ വയറ്റിൽ വളരുന്നത് നിങ്ങളുടെ കുഞ്ഞല്ല. അവൾ ഇവിടേക്ക് വരുന്ന സമയത്ത് അവൾ ഗർഭിണിയായിരുന്നു. അവളെ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ പരിശോധിക്കുന്ന സമയത്താണ് ആ രഹസ്യം അവൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ അവൾ പറഞ്ഞു, തൽക്കാലം ഭാവനയ്ക്കും സൂര്യയ്ക്കും ഒരു കുഞ്ഞില്ലാത്തതല്ലേ, അപ്പോൾ എൻ്റെ കുഞ്ഞിനെ അവർക്ക് കൊടുക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. അവരുടെ ജീവിതം ഒരിക്കലും ഇല്ലാതായി പോവരുത്. എൻ്റെ ആൻറ്റി വല്ലാത്ത സങ്കടത്തിലാണ്. സൂര്യയെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കാൻ പോലും ഇപ്പോൾ എൻ്റെ ആൻറ്റി നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഡോക്ടർ എന്നെ സഹായിക്കണം. ഭാവനയുടെ ജീവിതം ഒരിക്കലും തകർന്നു പോവരുത്. ഭാവനയും സൂര്യയും ഒരുമിച്ച് തന്നെ സന്തോഷത്തോടു കൂടി ജീവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഡോക്ടറുടെ കാല് പിടിക്കാം, ഡോക്ടർ ചോദിക്കുന്ന പണമെല്ലാം തരാം എന്ന് പറഞ്ഞ് ഡോക്ടറെ കൊണ്ട് സമ്മതിപ്പിച്ച കാര്യമെല്ലാം തന്നെ വിശദമായിട്ട് തന്നെ ഡോക്ടർ സൂര്യയോടും ഭാവനയോടും പറയുകയാണ്. അങ്ങനെ മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് മാനസയുടെയും സുനിലിന്റെയും കുഞ്ഞാണെന്നുള്ള സത്യം ഭാവനയും സൂര്യയും അറിയുകയാണ്. ഇനി ഭാവന ആഗ്രഹിച്ചതുപോലെ ഭരത് സബ് ഇൻസ്പെക്ടർ ആയിട്ട് ജോലിയിൽ ജോയിൻ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ഭരത് ഗായത്രിയെ കാണാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് ഗായത്രിയോട് ഇക്കാര്യം പറയുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ഗായത്രിക്ക് ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ ഗായത്രി ഭരത്തിനെ അങ്ങ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുകയാണ്. അങ്ങനെ ഭരത് പോലീസ് വേഷത്തിൽ തന്നെ ഭാവനയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ ഭാവനയ്ക്കും സൂര്യയ്ക്കും ഭരത് പോലീസ് വേഷത്തിൽ വരുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ്. ഭാവനയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഭരത് ഒരു പോലീസ് ഓഫീസർ ആവണം എന്നുള്ളത്. അങ്ങനെ ഭരത്തിനെ കണ്ടതോടുകൂടി ഭാവന ഭരത്തിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ സന്തോഷം കണ്ട്. അങ്ങനെ സൂര്യയ്ക്കും ഒരുപാട് സന്തോഷമാവാണ് ഭരത്തിനെ ആ യൂണിഫോമിൽ കാണുന്ന സമയത്ത്. അങ്ങനെ അകത്തേക്ക് കയറിയ ഭരത് അവിടെയൊക്കെ അങ്ങ് സെർച്ച് ചെയ്യുകയാണ് കേട്ടോ. പോലീസ് ഓഫീസറായിട്ട് തന്നെയാണ് അവിടെയൊക്കെ പരിശോധിക്കുന്നത്. അപ്പോൾ ഭാവനയുടെ വീട്ടിൽ ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം ഗായത്രി പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാ സത്യവും മനസ്സിലാക്കിയിട്ടാണ് ജയനിർമ്മലയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവുക. അങ്ങനെ സുനിലിനെ ഒന്ന് പിടിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ ഭരത്. അതോടുകൂടി സുനിൽ അങ്ങ് പേടിക്കുന്നുണ്ട്. നീ എന്ത് ഉടായ്പ് കാണിച്ചിട്ടാടാ ഇവിടെ നിൽക്കുന്നത്? മാനസയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് കരുതിയിട്ട് മറ്റുള്ളവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി താമസിക്കുകയാണോടാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഭരത് സുനിലിന്റെ ഷർട്ടിനെ പിടിക്കുന്നുണ്ട്. അങ്ങനെ സുനിലിനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കണ്ടും കൊണ്ടാണ് മാനസ താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ മാനസ സുനിലിനെ അങ്ങനെ പോലീസുകാർ പിടിച്ചോണ്ട് പോവുകയാണ്. പോലീസ് ഉപദ്രവിക്കുമോ എന്നുള്ള പേടി മാനസയുടെ മനസ്സിൽ വരികയാണ്. അങ്ങനെ അറിയാതെ മാനസയ്ക്ക് സുനിലിനോടുള്ള ഇഷ്ടം പുറത്തേക്ക് വരികയാണ്. അതുപോലെ സുനിൽ മാനസയുടെ റൂമിലേക്ക് ഒളിച്ചു കയറുന്നുണ്ട് കേട്ടോ. ആരും കാണാതെ, മാനസയൊന്നും അറിയാതെ. മാനസ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് സുനിൽ മാനസയുടെ റൂമിൽ കയറി ഷെൽഫിൽ ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് മാനസ റൂമിലേക്ക് കയറി കതക് കുറ്റിയിട്ട ശേഷം മാനസ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സുനിൽ ഒച്ചയുണ്ടാക്കാതെ മാനസയുടെ തൊട്ടരികിൽ പോയി ഉറങ്ങുകയാണ്. അങ്ങനെ മാനസ കുറച്ച് കഴിയുന്ന സമയത്ത് ഞെട്ടി ഉണരുമ്പോൾ സുനിലിനെ കാണുമ്പോൾ മാനസ അങ്ങ് അലറുകയാണ് കേട്ടോ. അപ്പോൾ സുനിൽ പറയണേ, എന്തിനാണ് മാനസ നീ ഇങ്ങനെ അലറുന്നത്? ഞാനല്ലേ, നിന്റെ സുനിലല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴൊക്കെ മാനസ അത് വിട്ടുകൊടുക്കാതെ മാനസ പേടിച്ചുകൊണ്ട് പുറത്തേക്ക് അങ്ങ് കതക് തുറന്ന ശേഷം ആൻറ്റി ഓടി വായോ എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ് കേട്ടോ. അപ്പോൾ സുനിൽ ഒരു പേടിയും കൂടാതെ മാനസയുടെ കട്ടിലിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ എന്തിനാടാ മാനസയുടെ റൂമിലേക്ക് കയറിയത് എന്ന് ജയ ചോദിക്കുമ്പോൾ, എൻ്റെ ഭാര്യയുടെ, എൻ്റെ പെണ്ണിൻ്റെ റൂമിലേക്ക് കയറാൻ എനിക്ക് എന്തിനാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദം? എനിക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ മാനസയുടെ കൂടെ കിടക്കാനുള്ള അധികാരമുണ്ട്, അവകാശവുമുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ സൂര്യയും ഭാവനയും അജയനും പ്രസീതയും ദേവനും ജയനിർമ്മലയും എല്ലാവരും ഉണ്ടാവും. മാനസയുടെ ആ ഒരു അലർച്ച കേട്ടിട്ട് അവിടേക്ക് വരികയാണ്. അപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു കാഴ്ച കാണുന്നത്. അങ്ങനെ സുനിലിനോട് പറയുകയാണ്, ഞാൻ അറിയാതെ എൻ്റെ റൂമിലേക്ക് കയറിയതാണെന്നും പറഞ്ഞ് മാനസ പൊട്ടിക്കരയുകയാണ് കേട്ടോ. സുനിൽ പറയണേ, എൻ്റെ പെണ്ണിൻ്റെ റൂമിലേക്ക് കയറാൻ എല്ലാ അധികാരവും എനിക്കുണ്ട്, ആർക്കും ഇതിൽ നിന്നും എന്നെ തടയാനുള്ള ഒരു അവകാശവുമില്ല എന്ന് പറഞ്ഞ് സുനിൽ എല്ലാവരെയും ഉത്തരം മുട്ടിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം മാനസ ദേഷ്യപ്പെട്ട് സുനിലിനോട് പറയണം, മര്യാദക്ക് നീ എൻ്റെ റൂമിൽ നിന്നും പോയിക്കോ എന്ന് പറഞ്ഞ് സുനിലിനെ ആട്ടിയിറക്കുകയാണ്. സത്യമെല്ലാം അറിഞ്ഞ ഭാവനയും സൂര്യയും മാനസയ്ക്ക് എന്തോ ലക്ഷ്യമുണ്ട്, അതെന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഭാവനയും സൂര്യയും മാനസയെ നിരീക്ഷിച്ചുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുകയാണ്.